ഗുഡ് ഈവനിംഗ് അമേരിക്ക, ഗുഡ് മോർണിംഗ് ഇന്ത്യ. MCN ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അമേരിക്കയിലെ മെയ് മാസത്തിലെ കുറഞ്ഞ തൊഴിൽ നിരക്ക് ആഗോള സാമ്പത്തിക രംഗത്തും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. ഈജിപ്ത് മുൻ പ്രസിഡന്റ് ഹുസ്നി മുബാറക്കിന് ജീവപര്യന്തം തടവ് ശിക്ഷ. ഏഷ്യൻ രാജ്യങ്ങൾക്കായി അമേരിക്കയുടെ പുതിയ സൈനിക നയപ്രഖ്യാപനവുമായി പനേറ്റയുടെ ഏഷ്യ സന്ദർശനം ആരംഭിച്ചു. ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില $100 താഴെയെത്തി. ഞാൻ മനോജ്. വാർത്തകൾ വിശദമായി. അമേരിക്കയിൽ മെയ് മാസത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കുറഞ്ഞ തൊഴിൽ നിരക്ക് ആഗോള സാമ്പത്തിക രംഗത്തും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. ഇത് ഓഹരി വിപണിയിലെ തകർച്ചയ്ക്കും കാരണമാക്കുന്നതായി റിപ്പോർട്ടുകൾ. ആഗോള സാമ്പത്തിക രംഗത്ത് വീണ്ടും ആശങ്കയുടെ കാർമേഘങ്ങൾ കുമിഞ്ഞുകൂടുന്നു. മെയ് മാസത്തിൽ അമേരിക്കൻ തൊഴിൽ മേഖലയിൽ തൊഴിലവസരങ്ങൾ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാത്തതാണ് സാമ്പത്തിക രംഗത്തെ അനിശ്ചിതത്വത്തിലാക്കിയിരിക്കുന്നത്. ഇത് വെള്ളിയാഴ്ച ആഗോള വിപണിയിൽ നഷ്ടമുണ്ടാക്കുകയും സ്വർണ്ണ വിപണിക്ക് ഊർജമാകുകയും ചെയ്തു. മെയ് മാസത്തിൽ അമേരിക്കൻ തൊഴിൽ രംഗത്ത് 69,000 തൊഴിലവസരങ്ങൾ മാത്രമാണ് പുതുതായി ഉണ്ടായത്. വിപണി നിരീക്ഷകർ പ്രതീക്ഷിച്ചതിന്റെ പകുതി വളർച്ച പോലും ഉണ്ടായില്ല എന്നർത്ഥം. തൊഴിലില്ലായ്മ നിരക്ക് ഈ വർഷത്തിൽ ആദ്യമായി 8.2% ഉയരുകയും ചെയ്തു. അമേരിക്കയ്ക്ക് പുറമെ യൂറോപ്പിലെയും ചൈനയിലെയും തൊഴിൽ മേഖലകളും മാന്ദ്യത്തിലാണ് എന്നുള്ളത് മറ്റൊരു വെല്ലുവിളി. അതേസമയം തൊഴിൽ മേഖലയിൽ നിന്നുള്ള മോശം റിപ്പോർട്ടുകൾ സാമ്പത്തിക നയത്തിൽ അയവ് വരുത്താൻ ഫെഡറൽ റിസർവിനെ നിർബന്ധിതമാക്കുമെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇതിന് സാധിച്ചില്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമയ്ക്ക് വരും തെരഞ്ഞെടുപ്പിൽ അത് തിരിച്ചടിയാകും. അമേരിക്കൻ തൊഴിലാളികളെ സംബന്ധിച്ച് വളരെ നിരാശപ്പെടുത്തുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നതെന്ന് ഒബാമയുടെ പ്രതിയോഗി മിഡ് റോംനി വ്യക്തമാക്കി കഴിഞ്ഞു. വളർന്നുവരുന്ന സാമ്പത്തിക ശക്തികളായ ഇന്ത്യയുടെയും ബ്രസീലിന്റെയും സാമ്പത്തിക രംഗത്ത് തുടരുന്ന പ്രശ്നങ്ങളും സാമ്പത്തിക നിരീക്ഷകരെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. തൊഴിൽ മേഖല തളരുന്നതായുള്ള റിപ്പോർട്ടുകൾക്ക് പിന്നാലെ അമേരിക്കൻ ഓഹരി വിപണിയും വെള്ളിയാഴ്ച നഷ്ടത്തിലേക്ക് പതിച്ചു. ഗ്രീസിൽ തെരഞ്ഞെടുപ്പ് അടുക്കുന്നതും സ്പാനിഷ് ബാങ്കുകളുടെ പ്രതിസന്ധിയുമാണ് വിപണിയെ മോശമായി ബാധിച്ച മറ്റ് ഘടകങ്ങൾ. ട്രൈവോൺ മാർട്ടിൻ കൊലക്കേസ് പ്രതി ജോർജ് സിമ്മർമാന്റെ ജാമ്യം കോടതി ഇടപെട്ട് റദ്ദാക്കി. കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചതിനാണ് ഈ നടപടി. ട്രൈവോൺ മാർട്ടിൻ കൊലക്കേസ് പ്രതിയുടെ ജാമ്യം ഫ്ലോറിഡ കോടതി പിൻവലിച്ചു. സെഗ്മോൾ കൗണ്ടി സർക്യൂട്ട് ജഡ്ജായ കെന്നത്ത് ലെസ്ഡർ ജൂനിയറാണ് ഞായറാഴ്ച ഉച്ചയ്ക്ക് മുമ്പ് കോടതിയിൽ ഹാജരാകാൻ സിമ്മർമാനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. $150,000 ആയിരുന്നു സിമ്മർമാന്റെ ജയിൽ മോചനത്തിനായി കെട്ടിവയ്ക്കാൻ കോടതി നേരത്തെ ഉത്തരവിട്ടിരുന്നത്. കോടതി വിചാരണയ്ക്കിടയിൽ $135,000 തങ്ങളുടെ കൈവശമുള്ളതായി സിമ്മർമാന്റെ ഭാര്യ കോടതിയെ ധരിപ്പിച്ചിരുന്നു. ഇത് സംഭാവനകളിൽ നിന്നുള്ള തുകയാണെന്നും അവർ പറഞ്ഞിരുന്നു. ഷെല്ലി സിമ്മർമാന്റെ ഈ വാദങ്ങൾ അസത്യമെന്ന് തെളിയിക്കുന്ന ഫോൺ സന്ദേശങ്ങൾ വാദിഭാഗം അഭിഭാഷകൻ കോടതിയിൽ ഹാജരാക്കിയതിനെ തുടർന്നാണ് ജാമ്യം റദ്ദാക്കിക്കൊണ്ടുള്ള കോടതി നടപടി വന്നത്. ഫെബ്രുവരി 26-നായിരുന്നു 17-കാരനായ ട്രൈവോൺ മാർട്ടിൻ കൊല്ലപ്പെടുന്നത്. ഇയാളുടെ അയൽവാസിയായ സിമ്മർമാനാണ് ഈ കൊലയ്ക്ക് ഉത്തരവാദി എന്ന നിലയിലുള്ള വാർത്തകളാണ് അന്നു മുതൽ ഉയർന്നു കേട്ടത്. പിന്നീട് ഇയാൾ പോലീസ് കസ്റ്റഡിയിലായതും കോടതി നടപടികളെല്ലാം വലിയ വാർത്തകളാകുന്നതാണ് നാം കണ്ടത്. ട്രൈവോൺ മാർട്ടിന്റെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഞെട്ടിച്ചുകൊണ്ടാണ് കഴിഞ്ഞ മാസം കോടതി സിമ്മർമാന് ജാമ്യം അനുവദിച്ചത്. $150,000 ജാമ്യത്തുകയും ഓരോ 3 ദിവസത്തിലും സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണം, മദ്യപാനം ഒഴിവാക്കണം, ആയുധങ്ങൾ കയ്യിൽ കൊണ്ട് നടക്കരുത്, മാർട്ടിന്റെ കുടുംബാംഗങ്ങളെ നേരിട്ടോ അല്ലാതെയോ സ്വാധീനിക്കരുത് തുടങ്ങി നിരവധി കർശന നിർദ്ദേശങ്ങളും കോടതി ജാമ്യ ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു. സിമ്മർമാൻ വീണ്ടും ജയിലിലേക്ക് എന്ന വാർത്തകൾ കോടതിയുടെ ഭാഗത്തു നിന്ന് തന്നെ വന്നതോടെ ട്രൈവോൺ മാർട്ടിൻ എന്ന ഫ്ലോറിഡ സ്വദേശി യുവാവിന്റെ കൊലപാതകം വീണ്ടും അമേരിക്കയിൽ ചൂടേറിയ ചർച്ചകൾക്ക് വഴിമരുന്നാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈജിപ്ത് മുൻ പ്രസിഡന്റ് ഹുസ്നി മുബാറക്കിന് ജീവപര്യന്തം തടവ് ശിക്ഷ. കലാപത്തിനിടെ 800ഓളം പ്രക്ഷോഭകാരികളെ കൊല ചെയ്തതിനാണ് ഈ ശിക്ഷ. ഈജിപ്തിൽ 3 ദശകം സ്വേച്ഛാധിപതിയായി വാണ ഹുസ്നി മുബാറക്കിനെ അവസാനം സ്വന്തം രാജ്യം ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. കഴിഞ്ഞ വർഷം നടന്ന ജനകീയ പ്രക്ഷോഭത്തിനിടെ നടന്ന കൂട്ടക്കൊലയിലാണ് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. തെരുവിൽ തടിച്ചുകൂടിയ 900ഓളം പ്രക്ഷോഭകരെ വെടിവെച്ചു കൊല്ലാൻ മുബാറക് സൈന്യത്തിന് ഉത്തരവ് നൽകിയെന്നാണ് കേസ്. 2011 ഫെബ്രുവരി 11 പ്രക്ഷോഭത്തിന്റെ 18-ാം നാളിലാണ് കൂട്ടക്കുരുതി നടന്നത്. മുബാറക്കിന്റെ ആഭ്യന്തരമന്ത്രി ഹബീബ് അൽ ആദി അടക്കം മറ്റ് 7 പേരും ഇതേ കേസിൽ കുറ്റക്കാരാണ്. ഭരണകാലത്ത് നടത്തിയ നിരവധി അഴിമതി കേസുകളിലും മുബാറക് വിചാരണ നേരിടുന്നുണ്ട്. അഴിമതിക്ക് കൂട്ടുനിന്ന ജമാൽ, ആല എന്നീ പുത്രന്മാർക്കെതിരെയും കേസുകളുണ്ട്. കേസിൽ കുറ്റക്കാരെന്ന് കണ്ടാൽ മുബാറക്കിന് വധശിക്ഷയും മക്കൾക്ക് 3 വർഷം തടവും വരെ ലഭിച്ചേക്കാമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്.
2010 ട്യൂണീഷ്യയിൽ തുടങ്ങിയ അറബ് വസന്തത്തിന് ശേഷം സ്വജനതയാൽ ശിക്ഷിക്കപ്പെടുന്ന ആദ്യ അറബ് ഭരണാധികാരിയാണ് മുബാറക്. മുബാറക്കിനെതിരായ വിധി പുറത്തു വന്നതിന് ശേഷം കെയ്റോയിൽ സംഘർഷാവസ്ഥ നിലനിൽക്കുന്നതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു. ഏറെക്കാലം മുബാറക് അടിച്ചമർത്തിയ മുസ്ലിം ബ്രദർഹുഡ് സ്ഥാനാർത്ഥി മുഹമ്മദ് മുസിയും മുബാറക് സ്വേച്ഛാധിപതിയായി ഭരിച്ച കാലത്ത് പ്രധാനമന്ത്രിയായിരുന്ന അഹമ്മദ് ഷരീഫും തമ്മിൽ നടക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കിയിരിക്കെയാണ് മുബാറക്കിനെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചിരിക്കുന്നത്. കെയ്റോയിലെ പോലീസ് അക്കാദമിയിലാണ് മുബാറക്കിനെതിരായ വിചാരണ നടന്നിരുന്നത്. രോഗബാധിതനായ മുബാറക് സ്ട്രെച്ചറിലാണ് വിചാരണയ്ക്കായി കോടതി മുറിയിലെത്തിയത്. 2011 വരെ ഈജിപ്തിന്റെ പ്രസിഡന്റായിരുന്ന മുബാറക്ക് 18 ദിവസം നീണ്ടുനിന്ന പ്രക്ഷോഭത്തിനൊടുവിലാണ് സ്ഥാനമൊഴിയേണ്ടി വന്നത്. ജനറൽ മോട്ടോഴ്സ് പുതിയ പെൻഷൻ നയം പ്രഖ്യാപിച്ചു. നിലവിലെ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിനായാണ് ഒറ്റത്തവണ പെൻഷൻ എന്ന രീതി കമ്പനി കൊണ്ടുവരുന്നത്. അമേരിക്കൻ കാർ നിർമ്മാണ ഭീമനായ ജനറൽ മോട്ടോഴ്സ് പുതിയ പെൻഷൻ നയം പ്രഖ്യാപിച്ചു. ജനറൽ മോട്ടോഴ്സിന് വേണ്ടി പ്രവർത്തിച്ച ജോലിയിൽ നിന്ന് വിരമിച്ചവർക്ക് പെൻഷൻ നൽകാനായി ഓരോ വർഷവും ഒരു വലിയ തുകയാണ് ഇപ്പോൾ മാറ്റിവച്ചിരിക്കുന്നത്. ഇതിൽ നിന്നൊരു മോചനത്തിനായി പെൻഷൻ തുക ഒറ്റത്തവണയായി നൽകി എന്നും തലവേദനയാകുന്ന പെൻഷൻ പദ്ധതി ഇല്ലാതാക്കുകയാണ് കമ്പനിയുടെ ലക്ഷ്യം. ഇതിനായി $26 ബില്യൺ ജനറൽ മോട്ടോഴ്സ് ഇപ്പോൾ മാറ്റിവച്ചിരിക്കുന്നത്. ലോക കാർ വിപണിയിൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ ജനറൽ മോട്ടോഴ്സും ഏറെ കഷ്ടപ്പെടുകയാണ്. ദൈനംദിന ചെലവുകൾ പോലും ബുദ്ധിമുട്ടായിരിക്കുന്ന അവസ്ഥയിൽ $2.5 മില്യൺ മുതൽ $3.5 മില്യൺ വരെ സാമ്പത്തിക വർഷത്തിന്റെ ഓരോ പാദത്തിലും മാറ്റിവെക്കേണ്ട സ്ഥിതിവിശേഷത്തിന് ഒരു മാറ്റം വരുത്തുകയാണ് കമ്പനിയുടെ ലക്ഷ്യം. ഇങ്ങനെയൊരു പദ്ധതി കമ്പനിയുടെ മുൻ ജീവനക്കാരും സ്വീകരിക്കാനാണ് സാധ്യത. ഇത് നടപ്പിൽ വരികയാണെങ്കിൽ ജനറൽ മോട്ടോഴ്സിന്റെ നഷ്ടങ്ങൾ കുറച്ചുകൊണ്ടുവരുന്നതിന് സാധിക്കുമെന്നും അധികൃതർ കണക്കുകൂട്ടുന്നു. ജനറൽ മോട്ടോഴ്സിന്റെ യൂറോപ്യൻ വിപണി ഇപ്പോൾ വളരെ നഷ്ടത്തിലാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 2012 സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിന്റെ അവസാനം നേരിയ വളർച്ച കാണിക്കാനേ കമ്പനിക്കായുള്ളൂ. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായ ശേഷം ജനറൽ മോട്ടോഴ്സ് കഴിഞ്ഞ വർഷമാണ് ഏറ്റവും ഉയർന്ന ലാഭക്കണക്കുകൾ കാണിച്ചത്. $7.6 ബില്യൺ ആയിരുന്നു കഴിഞ്ഞ വർഷത്തെ ലാഭം. എന്നാൽ $700 മില്യൺ ആയിരുന്നു യൂറോപ്യൻ വിപണിയിൽ നിന്നുള്ള നഷ്ടം. 2009 ആഗോള സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് കമ്പനി ആദ്യമായി ബാങ്ക് നടപടികൾ നേരിട്ടത്. എന്നാൽ $50 ബില്യൺ നൽകിയ ഒബാമയുടെ നടപടിയാണ് അടച്ചുപൂട്ടൽ ഭീഷണിയിൽ നിന്ന് കമ്പനിയെ അന്ന് രക്ഷിച്ചത്. ഏഷ്യൻ രാജ്യങ്ങൾക്കായി പുതിയ സൈനിക നയവുമായി അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ലിയോൺ പനേറ്റയുടെ ഏഷ്യ സന്ദർശനം ആരംഭിച്ചു. ഏഷ്യൻ രാജ്യങ്ങളിലെ പ്രതിരോധ മന്ത്രിമാരുടെ സമ്മേളനത്തിലാണ് പനേറ്റയുടെ പുതിയ പ്രഖ്യാപനം. ഏഷ്യയ്ക്കായി പുതിയ സൈനിക നയം രൂപവൽക്കരിക്കണമെന്ന് US പ്രതിരോധ സെക്രട്ടറി ലിയോൺ പനേറ്റ അഭിപ്രായപ്പെട്ടു. ഏഷ്യൻ മേഖലയിലെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ചൈനയുമായി കൂടുതൽ സൈനിക സഹകരണത്തിന് അമേരിക്ക തയ്യാറാണെന്നും തന്റെ 8 ദിവസത്തെ ഏഷ്യ സന്ദർശനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ലിയോൺ പനേറ്റ അഭിപ്രായപ്പെട്ടു. ഇതിന്റെ ഭാഗമായി അമേരിക്കൻ സൈന്യത്തിന്റെ ബഹുഭൂരിപക്ഷം യുദ്ധക്കപ്പലുകളും ഏഷ്യൻ തീരത്തേക്ക് അയക്കും. ഇപ്പോൾ പസഫിക് മേഖലയിൽ 50%, അറ്റ്ലാന്റിക് സമുദ്ര മേഖലയിൽ 50% അമേരിക്കൻ യുദ്ധക്കപ്പലുകളുടെ വിന്യാസം. ഇത് 2020 60:40 എന്ന നിലയിലേക്ക് മാറ്റും. സൈബർ മേഖലയിലും ബഹിരാകാശ മേഖലയിലും പ്രത്യേക ദൗത്യസേനകൾ രൂപവൽക്കരിക്കുന്നതിലും ആളുകളില്ലാതെ പ്രവർത്തിക്കുന്ന യുദ്ധോപകരണങ്ങൾ നിർമ്മിക്കുന്നതിലുമായി പണം ചെലവഴിക്കുന്നുണ്ടെന്ന് പനേറ്റ അറിയിച്ചു. അമേരിക്കയും ഏഷ്യൻ രാജ്യങ്ങളുമായി കൂടുതൽ വാണിജ്യബന്ധം വളർത്തുന്നതിനും ആകാശ സാഗര അതിർത്തികൾ പങ്കിടുന്നതിനും തുടങ്ങി ചൈനീസ് സമുദ്രാതിർത്തിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സമാധാനപരമായി തീർക്കുന്നതിലും അമേരിക്കൻ ഇടപെടൽ പനേറ്റ ഉറപ്പു നൽകി. ഏഷ്യയുടെ ഏത് മേഖലയിൽ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിൽ ഇടപെടാൻ അമേരിക്ക തയ്യാറാണെന്നും പനേറ്റ പറഞ്ഞു. ചൈനയുമായുള്ള പ്രശ്നങ്ങൾ തീർക്കുന്നതിന് തങ്ങൾ തയ്യാറാണെന്നും പനേറ്റ അറിയിച്ചു. ചൈനയുമായുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുന്നതിന് തങ്ങൾ തയ്യാറാണെന്നും അദ്ദേഹം അറിയിച്ചു. ഏഷ്യൻ സമുദ്ര മേഖലയിൽ നിരവധി പ്രശ്നങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നതായും അദ്ദേഹം സമ്മതിച്ചു. 27 ഏഷ്യൻ രാജ്യങ്ങളിലെ പ്രതിരോധ മന്ത്രിമാരുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ന്യൂ മെക്സിക്കോയിലുണ്ടായ കാട്ടുതീ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുന്നു. തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ വേണ്ട രീതിയിൽ ഫലം ചെയ്യുന്നില്ലെന്ന് റിപ്പോർട്ടുകൾ. അമേരിക്കയിലുണ്ടായ ഏറ്റവും വലിയ കാട്ടുതീ നിയന്ത്രണ വിധേയമാക്കാനുള്ള തീവ്ര ശ്രമങ്ങൾ അഗ്നിശമന സേന തുടരുന്നു. 1200ഓളം അഗ്നിശമന സേനാംഗങ്ങളാണ് ഇതിനായി അഹോരാത്രം പ്രവർത്തിക്കുന്നത്. തെക്ക് പടിഞ്ഞാറൻ ന്യൂ മെക്സിക്കോയിലെ ഗിലാൻ നാഷണൽ ഫോറസ്റ്റിലാണ് തീ പടർന്നു പിടിച്ചിരിക്കുന്നത്. കാട്ടുതീയുടെ 15% മാത്രമേ ഇതുവരെയും നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇന്ന് രാവിലെയോടെ മാത്രം 354 സ്ക്വയർ മൈൽ സ്ഥലത്തെ വനം കത്തി നശിച്ചിട്ടുണ്ട്. ഇതിനിടയിലുണ്ടായിരുന്ന വനപാലകരുടെ ക്യാബിനുകളും 8ഓളം കെട്ടിടങ്ങളും കത്തി നശിച്ചിട്ടുണ്ട്.
ഇടയ്ക്കിടെ പ്രദേശത്തുണ്ടാകുന്ന കാറ്റും വരണ്ട കാലാവസ്ഥയുമാണ് പ്രശ്നങ്ങൾ കൂടുതൽ രൂക്ഷമാക്കുന്നതെന്ന് അധികൃതർ അറിയിച്ചു. രാജ്യത്തെ ഏറ്റവും രൂക്ഷമായ കാട്ടുതീയെ തുടർന്ന് ഇതിന്റെ സമീപ പ്രദേശങ്ങളിലും കനത്ത പുക നിറഞ്ഞിട്ടുണ്ട്. ഇത് പ്രദേശവാസികളുടെ ജീവിതം ദുസ്സഹമാക്കിയിട്ടുണ്ട്. 2,27,000 ഏക്കർ ഭൂമിയിലെ വനപ്രദേശമാണ് ഇതുവരെ കത്തിനശിച്ചത്. കാട്ടുതീ ഇനി ജനവാസ മേഖലകളിലേക്ക് കൂടി വ്യാപിക്കുമോ എന്ന ആശങ്ക അധികൃതർക്കുണ്ട്. തീ നിയന്ത്രണ വിധേയമാക്കുന്നതിനായി നിരവധി ഹെലികോപ്റ്ററുകളും ചെറുവിമാനങ്ങളും ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. നേരിട്ട് തീയോട് പോരാടുന്ന 1,200ഓളം പേർക്ക് സഹായം നൽകാനും ഇപ്പോൾ വായുമാർഗം മാത്രമാണ് ആശ്രയം. ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില $100 താഴെയെത്തി. ഇന്ത്യയിൽ കഴിഞ്ഞയാഴ്ച വർദ്ധിപ്പിച്ച പെട്രോൾ വിലയിൽ നിന്ന് $2 കമ്പനികൾ ഇന്ന് കുറച്ചു. ക്രൂഡ് ഓയിലിന്റെ വില 8 മാസത്തെ ഏറ്റവും താഴ്ന്ന നിലവാരത്തിലെത്തി. വെള്ളിയാഴ്ച ബാരലിന് $2.08 കുറഞ്ഞ് $99.79 ബ്രെൻഡഡ് ക്രൂഡിന്റെ വ്യാപാരം നടന്നത്. ഇതോടെ ക്രൂഡ് ഓയിൽ വില $100 നിലവാരത്തിന് താഴെയെത്തി. ചൈനയിൽ ഉൽപാദന മേഖലയിൽ പ്രവർത്തനങ്ങൾ മന്ദീഭവിച്ചതായുള്ള റിപ്പോർട്ടുകളും യൂറോ മേഖലയിലെ സാമ്പത്തിക സ്ഥിതി കൂടുതൽ മോശമാകുമെന്ന ആശങ്കയുമാണ് ക്രൂഡ് ഓയിൽ വില കുറയാൻ കാരണമാക്കിയത്. ഇതോടൊപ്പം അമേരിക്കയിലെ മോശം സാമ്പത്തിക അവലോകന റിപ്പോർട്ടും ക്രൂഡ് ഓയിലിന്റെ ആവശ്യം കുറയുന്നതിന് കാരണമാക്കി. അതിനിടെ ന്യൂയോർക്കിലെ പ്രധാന കരാറായ വെസ്റ്റ് ടെക്സാസ് ഇന്റർമീഡിയറ്റ് ക്രൂഡിന്റെ വില ബാരലിന് $85.86 ഇടിഞ്ഞു. ഒക്ടോബർ 24 ശേഷമുള്ള ഏറ്റവും താഴ്ന്ന വിലയാണിത്. 2011 ഒക്ടോബർ 4 ശേഷം ഇതാദ്യമായാണ് ബ്രെൻഡ് ക്രൂഡിന് ഇത്രയും വില കുറയുന്നത്. മെയ് മാസത്തിൽ ക്രൂഡ് ഓയിൽ വിലയിൽ 14.7% കുറവാണ് ഉണ്ടായത്. 2008 ശേഷം ഒരു മാസത്തിലുണ്ടാകുന്ന ഏറ്റവും വലിയ ഇടിവാണിത്. മാർച്ചിൽ ബ്രെൻഡ് ക്രൂഡിന്റെ വില $128 വരെ എത്തിയിരുന്നു. 2008 ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിലവാരമായിരുന്നു മാർച്ചിൽ രേഖപ്പെടുത്തിയത്. ഇറാനെതിരെ സാമ്പത്തിക ഉപരോധം ശക്തമാക്കിയത് എണ്ണ ഉൽപാദനത്തിൽ കുറവുണ്ടാക്കുമെന്ന ആശങ്കകളായിരുന്നു വിലവർധനയ്ക്ക് കാരണമാക്കിയത്. എന്നാൽ പ്രമുഖ എണ്ണ ഉൽപാദന രാജ്യമായ സൗദി അറേബ്യ ഉൽപാദനം വർദ്ധിപ്പിച്ചത് വില കുറയുന്നതിന് സഹായകമായി. മെയ് 25 അവസാനിച്ച ആഴ്ചയിൽ അമേരിക്കയിൽ ക്രൂഡ് ഓയിൽ ശേഖരത്തിൽ 2.2 ദശലക്ഷം ബാരലിന്റെ വർധനവുണ്ടായിട്ടുണ്ട്. 1 ലക്ഷം ബാരലിന്റെ വർധന പ്രതീക്ഷിച്ച സ്ഥാനത്താണിത്. US സാമ്പത്തിക വളർച്ചാ നിരക്ക് 1.9% മാത്രമായിരിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. നേരത്തെ വളർച്ചാ നിരക്ക് 2.2% എത്തുമെന്നായിരുന്നു കണക്കാക്കിയിരുന്നത്. ഇതും ക്രൂഡ് ഓയിൽ വില കുറയാൻ കാരണമാക്കിയിട്ടുണ്ട്. ഇന്ത്യയിൽ എണ്ണ കമ്പനികൾ മെയ് 23 ഒറ്റയടിക്ക് പെട്രോളിന് മാത്രം $7.50 വർദ്ധിപ്പിച്ചിരുന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ടായിരുന്നു ഇത്ര വലിയൊരു വർധന. വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടിയ സാധാരണക്കാരന് ഇത് മറ്റൊരു ഇരുട്ടടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെതിരെയുള്ള പ്രതിഷേധവും ശക്തമായിരുന്നു. പെട്രോൾ വില വർധനയിൽ പ്രതിഷേധിച്ച് മെയ് 31 പ്രതിപക്ഷം ഭാരത് ബന്ദ് ആചരിച്ചിരുന്നു. വിലവർധന ഭാഗികമായി പിൻവലിക്കുന്നത് ജൂൺ ആദ്യം പരിഗണിക്കാമെന്ന് എണ്ണ കമ്പനികൾ നിലപാടെടുത്തിരുന്നു. അന്താരാഷ്ട്ര വില കുറയുകയാണെങ്കിൽ ലിറ്ററിന് $1.50 മുതൽ $1.80 വരെ കുറയ്ക്കാമെന്നായിരുന്നു അന്നവർ പറഞ്ഞത്. വാഹന ഉടമകൾക്ക് നേരിയ ആശ്വാസം നൽകിക്കൊണ്ട് ഇന്ത്യയിലെ പെട്രോൾ വില ലിറ്ററിന് $2 ഇന്ന് കുറച്ചത്.